അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ അതിന് ഫീഡ്ബാക്ക്സ് കിട്ടും. അപ്പോൾ ആക്ച്വലി ഒരു പരിപാടിൻ്റെ മെയിൻ ഗുണം അതാണ്. അപ്പോൾ അത് ആ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് ഉള്ള നെറ്റ്വർക്സിന് തന്നെ അവർക്ക് തന്നെ കുറച്ച് സൊല്യൂഷൻസ് ഉണ്ടാവും. അത് കേട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് മെയിൻ ബെനിഫിറ്റ് എന്നാണ്. എൻ്റെ പേരെന്തേന്? ഫസാൻ. സഫാൻ. ഈ സാറ്റർഡേ സെക്ഷൻ എന്താ പാട്? അപ്പോൾ അത് ഓക്കെ ആയിരുന്നു. കാരണം ഇതൊരു എല്ലാവർക്കും ഒരു എന്താ പറയുക നെറ്റ്വർക്ക് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാനിതൊരു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ വരുന്നത്. ഞാൻ പല സ്റ്റാർട്ടപ്പ് ഒന്നൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ഒന്ന് ഒരു എക്സ്പോസറൊക്കെ കിട്ടി, അതിൻ്റെ ഒരു സന്തോഷം. പക്ഷേ ഞാൻ ടെല്ലെക്സിൻ്റെ കോ ഫൗണ്ടറാണ്. അപ്പോൾ അത് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് മിസ്റ്ററി ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നു ഇമോഷൻ വൈബ് അനുസരിച്ച്. അപ്പോൾ ഇവിടെ ഈ ഒരു നമ്മളിപ്പോൾ ഗ്രോയിങ് സ്റ്റേജിലാണ് ആക്ച്വലി. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ അതിന് ഫീഡ്ബാക്ക്സ് കിട്ടും. അപ്പോൾ ആക്ച്വലി ഒരു പരിപാടിൻ്റെ മെയിൻ ഗുണം അതാണ്. അപ്പോൾ അത് ആ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് ഉള്ള നെറ്റ്വർക്സിന് തന്നെ അവർക്ക് തന്നെ കുറച്ച് സൊല്യൂഷൻസ് ഉണ്ടാവും. അത് കേട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്.